വെറും 4 ചേരുവ കൊണ്ട് ഒരു അടിപൊളി പുഡിംഗ് ഉണ്ടാക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഞാൻ രേവതി. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് അസ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ആരോറൂട്ട് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് ആയാലും മതി. അതൊരു 20 എണ്ണമാണ് നമുക്ക് വേണ്ടത്. അത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീമും എടുക്കാം കേട്ടോ. അതൊന്ന് നല്ല സോഫ്റ്റ് പീക്ക് ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് സ്റ്റിഫ് പീക്ക് ആവേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ബീറ്റർ ഇല്ലെങ്കിൽ സാധാരണ വിസ്ക് ഉപയോഗിച്ച് ഇത് ബീറ്റ് ചെയ്യാം കേട്ടോ. നല്ലൊരു സോഫ്റ്റ് പീക്ക് ആയതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ബീറ്റ് ആവേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ മധുരം ഒരുപാട് താല്പര്യമില്ലാത്തവർക്ക് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഇനി നമുക്ക് പുഡിംഗ് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ്സോ ബൗളോ ഏതാച്ചും നമുക്ക് എടുക്കാം. അതിലോട്ട് ആദ്യം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് കുറച്ച് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ബിസ്ക്കറ്റും ക്രീമും ലെയർ ചെയ്ത് കൊണ്ടുവരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ആഡ് ചെയ്യാം. അപ്പോൾ കഴിക്കുന്നതിൻ്റെ കൂടെ ആ നട്ട്സൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് ഫുൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ടൊരു ഭംഗിക്ക് വേണ്ടി ഒരു ചെറി വെച്ച് കൊടുക്കുകയാണ്. നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം തണുപ്പോട് കൂടി സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. മാത്രമല്ല നല്ല ടേസ്റ്റുള്ളൊരു പുഡിംഗ് ആണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ നല്ല ലെയേഴ്സ് ആയിട്ടിരിക്കും നമ്മുടെ പുഡിംഗ്. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് റിവ്യൂസ് എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ.